നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ കസ്റ്റമറെ കിട്ടാനും കൂടുതൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങളുടെ മാർക്കറ്റിലുള്ള നിങ്ങൾക്ക് കസ്റ്റമറെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് സീക്രട്ടുകൾ അറിയാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ എത്ര നിങ്ങൾ പരസ്യം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് ബിസിനസ് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമറും ഒരുപാട് ട്രസ്റ്റും മാർക്കറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ബിസിനസ്സിൽ ഒരുപാട് മണി വരുന്നത് നല്ല സ്കില്ല് കൊണ്ടല്ല, പക്ഷെ നല്ല അതോറിറ്റിയും നല്ല ട്രസ്റ്റും ബിൽഡ് ചെയ്തവരാണ് ബിസിനസ് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കി തരിക. അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നല്ലൊരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഷോ ഓഫ് അല്ല. ഇവര് നല്ല സേഫ് ആണ്. ഇവരിൽ നിന്ന് ഈ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാൻ പറ്റും, ഇവർക്ക് ബിസിനസ് കൊടുക്കാം, പൈസ കൊടുക്കാം എന്നൊരു വിശ്വാസം കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും സർവീസാണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് സർവീസ് ചെയ്ത് കൊടുത്താൽ, സർവീസിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഇവർ നല്ലതായിട്ട് ചെയ്യും എന്നൊരു വിശ്വാസം കസ്റ്റമർക്ക് വേണം. അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ പ്രോബ്ലം എല്ലാ കാര്യവും ഇവർക്ക് അറിയാവുന്ന ഒരാളാണ് ഇവര്. അതുകൊണ്ട് ധൈര്യമായി ഇവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങാം എന്ന കാര്യം കസ്റ്റമറിന് മനസ്സിലാക്കണം. അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോമിസ് എന്താണ്. ഏത് പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും നിങ്ങൾ ജനങ്ങൾക്ക് എന്താണ് പ്രോമിസ് കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾ എത്തിപ്പെട്ടത് എന്ന കാര്യങ്ങൾ ചെയ്ത് പറയുക. അല്ലെങ്കിൽ ഒരു വീഡിയോസിലായോ റീൽസിലായോ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളൊരു മാർക്കറ്റർ ആണെങ്കിൽ ഞാനൊരു സോഷ്യൽ മീഡിയ മാർക്കറ്ററാണ്, ഞാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് വർദ്ധിച്ചു, കുറച്ച് സ്റ്റോറീസ് എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. അതുപോലെ ഒറ്റ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ മാത്രം പറഞ്ഞാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസിലും പലതവണ കസ്റ്റമർക്ക് ഒരു വിശ്വാസം നിങ്ങളെ കൊണ്ട് വേണം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ അത് അവർക്ക് മനസ്സിൽ, പിന്നെ ഈ ബിസിനസ്സുമായി എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം വരേണ്ടത്. മാർക്കറ്റിലെ എല്ലാവരെയും അല്ല നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊരു സർവീസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ടൈലർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് മാത്രം ചൂസ് ചെയ്യുക. ഉദാഹരണത്തിന് ലേഡീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജെന്റ്സ്, ഏതെങ്കിലും ഒന്ന് മാത്രം. ഏതാണോ നിങ്ങളുടെ ഫീൽഡ്, ആ ഫീൽഡിൽ ഒറ്റ കാര്യത്തിൽ മാത്രം സെലക്ട് ചെയ്താൽ കൂടുതൽ സെയിലാകാൻ കൂടുതൽ ചാൻസ് അങ്ങനെയുള്ള ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു പരസ്യങ്ങൾ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഓണേഴ്സിന് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ബിസിനസ് നല്ല ഉയർച്ചയിലെത്തിയ ഒരു 10 ലക്ഷം 20 ലക്ഷം മാസം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രം, അല്ല 1 കോടി അതിന്റെ മേലുള്ള ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയെ മാത്രം സെലക്ട് ചെയ്യുക. എന്നാൽ ഒരുപാട്, ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം കോടിയുടെയും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയവർക്കും വേണ്ടി പരസ്യം ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആകും. ഈ ചെറിയ ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ ഫീസ് അവർക്ക് ചിലപ്പോൾ ഒത്തൊന്നു വരുന്നില്ല. അവരൊരുപാട് സമയം നിങ്ങളെ വില കുറച്ച് തരാനും കാര്യങ്ങൾക്കും വേണ്ടി, മറിച്ച് ഒരൊറ്റ വലിയൊരു ബിസിനസ്
1 കോടിയുടെ മേൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫീസ് എല്ലാം പെട്ടെന്ന് കിട്ടാനും ഒരുപാട് സമയം വേസ്റ്റ് ആകുന്നത് തടയാൻ സാധിക്കും. ഇങ്ങനെ ഏത് ഫീൽഡിലും നിങ്ങൾ ഒരു സെഗ്മെന്റ് മാത്രം സെലക്ട് ചെയ്യുക. വേറൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലെ സ്റ്റോറീസുകൾ ഇടയ്ക്കിടെ പറയാൻ ശ്രമിക്കുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയായിരുന്നു, പിന്നെ ഇംപ്രൂവ് ചെയ്ത് പിന്നീട് അതിനൊരു സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വർക്കിന്റെ എക്സാമ്പിൾ, അവർക്ക് എന്തായിരുന്നു ആദ്യത്തെ അവസ്ഥ, നമ്മളുടെ സർവീസ് അല്ലെ പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണ്, ഒന്നുകിൽ അവരെ കൊണ്ട് വീഡിയോയിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക. സ്റ്റോറീസ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിലൂടെ കസ്റ്റമർക്ക് നിങ്ങളോടൊരു ചെറിയ ട്രസ്റ്റ് വരികയും പിന്നീട് ആ സർവീസ് നിങ്ങളിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യത കൂടും. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ്, എത്ര ക്ലയന്റ് കിട്ടി, അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം, എത്ര ക്ലയന്റ് കിട്ടി, എത്ര സർവീസ് നിങ്ങൾ ചെയ്തു കൊടുത്തു, എവിടെയൊക്കെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. 5 സ്റ്റാർ, നിങ്ങൾക്ക് കിട്ടിയ കമന്റുകൾ അതിലുള്ള സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ട് വീഡിയോസിലും വെബ്സൈറ്റിലും മറ്റു കാര്യത്തിലെല്ലാം ഉൾപ്പെടുത്തുക. അതുപോലെ നിങ്ങളിലേക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യം അവരെ നേരെ സെയിലിലേക്ക് കൊണ്ടുപോകാതെ ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നല്ലൊരു അറിവ് നിങ്ങൾക്ക് കൊടുക്കുക. ഇത് ആ പ്രൊഡക്റ്റ് എടുത്താൽ അല്ല സർവീസ് എടുത്താലുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ സർവീസ് എടുത്തിട്ടില്ലെങ്കിലുള്ള ദോഷങ്ങളെ പറ്റിയും അതല്ലാത്ത കാര്യങ്ങളും, ആ സർവീസ് എടുത്തത് കൊണ്ടുള്ള മറ്റു ഉപകാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കസ്റ്റമർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നല്ല പഠിപ്പിച്ചതിന് ശേഷം മാത്രം അവർക്ക് ആ മൈൻഡ് സെറ്റിലേക്ക്, അത് വാങ്ങണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രം അവർക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുക. കാര്യങ്ങളൊക്കെ പറയാൻ ചിലപ്പോൾ എങ്ങനെ പറയണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എത്ര ഇംഗ്ലീഷ് അറിയണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ആ സർവീസ് പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഇംഗ്ലീഷുകളൊന്നും കൂട്ടിച്ചേർക്കാതെ ആർക്കും തിരിയുന്ന മറ്റൊരു ടെക്നിക്കൽ വേർഡ്സുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ ആർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം വീഡിയോസ് പിന്നെ സംസാരം ഒക്കെ ഉണ്ടാകേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങളൊരു സോളാറിന്റെ പ്രൊഡക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ടാകും. എത്ര വാട്ട്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊന്നും ആദ്യം തന്നെ പറയാതെ ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ കറണ്ടിൽ എത്ര വ്യത്യാസം ഉണ്ടാകും, കറണ്ട് ബില്ലിൽ എത്ര വ്യത്യാസം ഉണ്ടാകും, അത് എനർജി സേവ് ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് കൂടുതലുള്ള കറണ്ടിന് ഗവൺമെന്റ് ഇങ്ങോട്ട് പൈസ തരും, അങ്ങനെയുള്ള സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം മറ്റു അതിൻ്റെ ബാറ്ററി പവർ, അതിൻ്റെ വാറണ്ടീസ്, മറ്റു കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എത്ര കൂടുതൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി വളരെ സിമ്പിളായിട്ട് അവർക്ക് അവതരിപ്പിക്കുന്നു, അത്രക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് അവർ ആകർഷിക്കുകയും അത് വാങ്ങാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അത് മറിച്ച് ഇത് ബ്രാൻഡാണ്, ഇവിടെ ജപ്പാൻ്റെതാണ്, അങ്ങനെയൊക്കെ കൂടുതൽ പറയുമ്പോൾ അവർക്ക് എന്താണ് ഇതിൻ്റെ ശരിയായ ഉപയോഗം, എന്താണ് നമുക്ക് ഇതിനെ കൊണ്ട് ഉപകാരം എന്ന് മനസ്സിലാകാതെ അവർ ബ്രാൻഡിന്റെ കാര്യം തന്നെ ചിലപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കി പോകാൻ സാധ്യതയുണ്ട്. അവസാനമായി നമുക്ക് ഇതിൽ മനസ്സിലാക്കുന്നത്, നല്ല ഒരു അതോറിറ്റി, നിങ്ങൾക്ക് നല്ലൊരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആഡ്സ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ക്ലാരിറ്റി കൊടുത്താൽ മതി, നല്ല പ്രൂഫ് കൊടുത്താൽ മതി. നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ പ്രൂഫ്, അവർക്ക് വന്ന മാറ്റം, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കമന്റുകൾ, ഇതൊക്കെയാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത്.
പിന്നെ സ്ഥിരമായി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് കസ്റ്റമർക്ക് മനസ്സിലാകണം. ചിലപ്പോൾ അവർ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവരായിരിക്കും, അവർ സേവ് ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴാണോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടോ എന്ന് അവർ നോക്കും. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അതുകൊണ്ട് സ്ഥിരമായി ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യം കൺസിസ്റ്റൻസ് ആയി വീഡിയോ ഇട്ട് നിങ്ങളുടെ പ്രസൻസ് മാർക്കറ്റിൽ ഉണ്ടാക്കുക. ഇതുപോലെയുള്ള നല്ല ടിപ്സുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.